ഇന്ന് തിരുവചനത്തിലൂടെ സഭ നമുക്ക് നൽകുന്ന പ്രബോധനം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 38 മുതൽ 44 വരെയുള്ള വാക്യങ്ങളാണ്. ഈശോയുടെ പരസ്യ ജീവിതകാലത്തുണ്ടായ കുറേ സംഭവങ്ങളാണ് അവിടെ വിവരിച്ചിരിക്കുന്നത്. എനിക്ക് ഈ കാലഘട്ടത്തെ വിളിക്കാനേറെ ഇഷ്ടം ഈശോയുടെ മിഷൻ കാലഘട്ടം എന്നാണ്. കാരണം ഈശോ തൻ്റെ വിളി എന്താണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. ഇന്നത്തെ വചനഭാഗത്ത് നാം കാണുന്നത് സൗഖ്യം നൽകുന്ന, അന്ധകാര ശക്തികളിൽ നിന്ന് വിടുതൽ നൽകുന്ന ഒരു ഈശോയാണ്. ഇതെല്ലാം കണ്ട ജനങ്ങൾ ഈശോയ്ക്കൊരു രാജപരിവേഷം തന്നെ നൽകി. അവൻ്റെ മിഷനെ പറ്റി ജനത്തിന് വലിയ ധാരണകളൊന്നുമില്ലായിരുന്നു. എന്നാൽ ഈശോ ശാസിച്ച് പുറത്താക്കിയ പിശാചുകൾക്ക് അത് നന്നായി മനസ്സിലായിരുന്നു. അവൻ്റെ മിഷനെ പറ്റിയുള്ള ധാരണകളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവയെ സംസാരിക്കാൻ പോലും അനുവദിക്കാതെ ഈശോ അവയെ ശാസിച്ചത്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ വിളി എന്താണെന്നോ നമ്മളെപ്പറ്റിയുള്ള ദൈവഹിതം എന്താണെന്നോ നമുക്കറിയുന്നതിനേക്കാൾ നന്നായി അറിയാവുന്നത് നമുക്കെതിരെ നിന്ന് പോരാടുന്ന പൈശാചിക ശക്തികൾക്കാണ്. ഈ ബഹളങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെ ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാൻ ഈശോ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. തൻ്റെ പിതാവിനോട് ചേർന്നിരിക്കാനും ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാനും പിതാവിൻ്റെ ഹിതമറിയാനും സമയം കണ്ടെത്തിയിരുന്നു. ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് ഒന്നിനും സമയം തികയാത്തവരും കിട്ടുന്ന സമയത്ത് ചെയ്തു തീർക്കുന്ന കാര്യങ്ങളിൽ ഒരു രാജപരിവേഷം തന്നെ കിട്ടിയാലും തൃപ്തിയില്ലാത്തവരുമായൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ ഇന്നത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, എന്തിലേക്കാണ് നമ്മെ വിളിച്ചിരിക്കുന്നതെന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണമെന്ന്. സമൂഹത്തിൽ, ജോലി മേഖലകളിൽ, സഭയിൽ നമ്മുടെ മിഷൻ എന്താണ് എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാകണം. അതിനായി ഇന്നത്തെ വചനത്തെ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വെക്കാം. നമുക്ക് ലഭിക്കുന്ന 24 മണിക്കൂറിൽ ഒരു 30 മിനിറ്റെങ്കിലും പിതാവിൻ്റെ സന്നിധിയിലായിരുന്നു നമ്മുടെ വിളിയെ ഒന്ന് തിരിച്ചറിഞ്ഞ് അപ്പൻ എന്താണ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്നൊന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിത മേഖലകളിൽ നമുക്കായിരിക്കാം, പ്രവർത്തിക്കാം. അതിന് തടസ്സമായി വരുന്ന എല്ലാവരെയും സംസാരിക്കാൻ പോലും അനുവദിക്കാതെ ഈശോയോട് ചേർന്ന് നിന്ന് നമ്മുടെ മിഷൻ നമുക്ക് പൂർത്തിയാക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ.